റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈദ് അറബിന്റെ ഈ പ്രൗഢമായ വേദിയിൽ ഓൺലൈൻ ബിസിനസ് ശരീഅത്ത് എന്ത് പറയുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ അല്പം ചർച്ച ചെയ്യാം. ഓൺലൈൻ ബിസിനസ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇന്ന് ഏത് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും ആദ്യം കാണുന്നത് വർക്ക് അറ്റ് ഹോം എന്ന ശീർഷകത്തിൽ ഓൺലൈൻ ബിസിനസ്സുകളാണ്. ഈ ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് പോലും അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പോലും അറിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1440 വർഷങ്ങൾക്ക് മുമ്പ് ബൈഉൽ ഖറർ എന്ന് പറഞ്ഞു വെച്ച ഒരു ബിസിനസ്സാണ്. ബിസിനസ്സുകളെ കുറിച്ച് ബൈഉൽ ഖറർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബൈഉൽ ഖറർ കൊണ്ട് ഹബീബായ തങ്ങൾ ഉദ്ദേശിച്ചത് ചതിക്കപ്പെടുന്ന കച്ചവടം എന്നാണ്. ഇന്ന് നമ്മൾ ഏത് ബിസിനസ് മേഖല എടുത്തു നോക്കിയാലും ചതിക്കപ്പെടുന്ന ബിസിനസ്സുകൾ പലവിധേന നമ്മൾ സ്ഥിരമായി സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്നവരാണ്. കച്ചവടം എന്നതുകൊണ്ട് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത് രണ്ടാളുകൾക്കിടയിലുള്ള വിൽക്കലും വാങ്ങലുമാണ്. അതിലപ്പുറം ഒരു വ്യവസ്ഥ അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇന്ന് നമ്മൾ കാണുന്ന ഓൺലൈൻ ബിസിനസ്സുകളുടെ ശൃംഖല കിടക്കുമ്പോൾ ഒരാൾ അതിൽ ജോയിൻ ചെയ്ത് പിന്നീട് അയാളുടെ പാർട്ട്ണറായിട്ട് 5 ആളുകളെ ചേർക്കുന്നു. പിന്നീട് ആ 5 ആളുകൾ പിന്നൊരു 5 ആളെ ചേർക്കുന്നു. അങ്ങനെ ശൃംഖലകളായിട്ട് വരുന്ന ഈ ബിസിനസ്സുകളെല്ലാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ബൈഉൽ ഖററിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലായാലും മറ്റ് ഏത് സ്ഥലങ്ങളിലായാലും ബിസിനസ്സുകളുടെ അടിസ്ഥാനം അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും ഈ ബിസിനസ് എവിടുന്ന് വരുന്നു, ഇതിന്റെ അസ്ൽ എന്താണെന്ന് പോലും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും എന്തിനധികം ഓൺലൈൻ ബിസിനസ്സുകളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരടക്കം ഇന്ന് ഈ ചതിയിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ഓൺലൈൻ ബിസിനസ്സുകൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ബൈഉൽ ഖററിൽ ഉൾപ്പെടുന്നോ എന്ന് നോക്കിയിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.